إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും പുണ്യവുമാണ് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുടുംബബന്ധം മുറിച്ചാൽ അതുവഴി ലഭിക്കാനിരിക്കുന്ന, വരാനിരിക്കുന്ന 10 അപകടങ്ങളെക്കുറിച്ചാണ്. അതിലൊന്ന്, ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, കുടുംബബന്ധം മുറിച്ചാൽ എന്താണ് പ്രശ്നം, അതിത്ര ഗൗരവപ്പെട്ട വിഷയമാണോ എന്നൊക്കെ ചിന്തിക്കുന്നൊരു സമൂഹത്തിനിടയിലാണ്, ബന്ധങ്ങൾക്കൊരു വിലയും നൽകാത്തൊരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കുടുംബബന്ധം മുറിക്കുന്നത് വഴി വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന്, പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒന്നാമതായിട്ട് പഠിപ്പിക്കുന്നത് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാവലാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചതാണ് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, കുടുംബബന്ധത്തെയും സൂക്ഷിക്കണം എന്ന് ഖുർആനിന്റെ കൽപ്പനയാണ്. ഖുർആൻ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വാജിബാണ്, അത് നിർബന്ധമാണ്. എന്നാൽ ഒരാൾ കുടുംബബന്ധം മുറിക്കുക വഴി ആ നിർബന്ധം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയ തെറ്റാണ്, അത് ഹറാമാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കുടുംബബന്ധം മുറിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അയ്യുൽ അമാലി അബ്ഗദു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിച്ചു,
യാ റസൂലല്ലാഹ് സുമ്മമ, പിന്നെ ഏതാണ്? ഒന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഖതീഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കലാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അമലാണ് കുടുംബബന്ധം മുറിക്കൽ. നമ്മൾ എന്തെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, കുടുംബബന്ധം മുറിക്കുന്നവരുടെ അമലുകൾ വരെ അള്ളാഹു സ്വീകരിക്കുന്നതല്ല. മൂന്നാമത്തെ കാര്യം, കുടുംബബന്ധം മുറിക്കുന്നവന്റെ അമലുകൾ വരെ അള്ളാഹു സ്വീകരിക്കുകയില്ല. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബിമാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നു, ഇന്ന അഅമാല ബനി ആദം, എന്റെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ തുഅറദു കുല്ല ഖമീസിൻ ലൈലത്തൽ ജുമുഅ, എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എല്ലാ മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നാണ് പ്രവർത്തനങ്ങൾ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കുക. ഫലാ യുഖ്ബലു അമലുൻ, ഒരാളുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ല. ആരുടെ പ്രവർത്തനമാണ്? ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം മുറിച്ചവന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മാനോട് ബന്ധം മുറിക്കുമ്പോ, ബാപ്പാനോട് ബന്ധം മുറിക്കുമ്പോ, ജ്യേഷ്ഠനോടും അനിയനോടും ബന്ധം മുറിക്കുമ്പോ, എളാപ്പാനോടും മൂത്താപ്പാനോടും ബന്ധം മുറിക്കുമ്പോ, അമ്മായിമാരോട് ബന്ധം മുറിക്കുമ്പോ, എന്നെങ്കിലും ഇത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. നാലാമത്തെ കാര്യം, ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് റബ്ബ് ശിക്ഷ തരുന്ന തിന്മയാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദംബാനി മുഅജ്ജലാനി ലാ യുഅഖറാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്തിച്ചു കളയാത്ത, ദുനിയാവിൽ നിന്ന് തന്നെ പെട്ടെന്ന് ശിക്ഷ ലഭിക്കുന്ന രണ്ട് തിന്മകളുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഗ്യു, ആളുകളെ ആക്രമിക്കുക, അനാവശ്യമായി ആളുകളെ ഉപദ്രവിക്കുക, ആക്രമിക്കുക. രണ്ടാമത്തത് വഖതീഅത്തു റഹിമിൻ, കുടുംബബന്ധം മുറിക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തറിയോ? മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില ലിസ്വാഹിബിഹിൽ ഉഖൂബത ഫിദ് ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു പെട്ടെന്ന് ശിക്ഷ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മയാണ്. ആഖിറത്തിൽ അവർക്ക് ശിക്ഷയുണ്ട്, അതോടൊപ്പം ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുന്ന ഒരു തിന്മയാണ് വഖതീഅത്തു റഹിമിൻ, കുടുംബം മുറിക്കുക എന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിന്റെ സകല അനുഗ്രഹങ്ങളും തടയപ്പെടും കുടുംബബന്ധം മുറിച്ചാൽ. ഞാൻ നിങ്ങളോട് മനസ്സ് തുറന്നിട്ട് ഈ മെമ്പറിന്റെ മോളിനാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാ പ്രഭാതത്തിലും പടച്ചവനോട് പറയുന്ന ഒരു വാചകമുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം. എല്ലാം നിയന്ത്രിക്കുന്ന, എന്നെന്നും ജീവിക്കുന്ന അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ സഹായം കൊണ്ടാണ്, നിന്റെ റഹ്മത്തിനെ കൊണ്ടാണ് ഞാൻ നിന്നോട് സഹായം തേടുന്നത്. വഅസ്ലിഹ് ലി ശഅനി കുല്ല, എന്റെ കാര്യങ്ങളൊക്കെ നീ ശരിയാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും റബ്ബേ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ. നിന്റെ സഹായമില്ലാതെ, നിന്റെ ബറക്കത്തില്ലാതെ, നിന്റെ നോട്ടമില്ലാതെ എന്റെ കാര്യം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചിട്ടാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ മുഴുവനും തടയപ്പെടുന്നതാണ് കുടുംബബന്ധം മുറിച്ചാൽ. അർറഹിമു മുഅല്ലഖതും ബിൽ അർശ്, അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടതാണ് കുടുംബബന്ധം. അത് വിളിച്ചു പറയും, കുടുംബബന്ധം വിളിച്ചു പറയും, മൻ വസലനി വസലഹുല്ലാഹ്, എന്നോടാരാണോ ബന്ധം ചേർത്തത് അവനോട് അല്ലാഹു ബന്ധം ചേർക്കും. കുടുംബബന്ധം വിളിച്ചു പറയും, എന്നോടാരാണോ ബന്ധം ചേർത്തത് അവനോട് അല്ലാഹു ബന്ധം ചേർക്കും. വമൻ ഖതഅനി, എന്നോടാരാണോ ബന്ധം മുറിച്ചത് ഖതഅഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ബന്ധം മുറിക്കും. ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനോട് ബന്ധമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് എല്ലാ പ്രഭാതത്തിലും പ്രഖ്യാപിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആ പ്രഖ്യാപിക്കുന്ന എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ സകല അനുഗ്രഹങ്ങളും തടയപ്പെടുന്ന കാരണമാകുന്ന കാര്യമാണ് കുടുംബബന്ധം മുറിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാചകമുണ്ട്, ഖതഅഹുല്ലാഹ്,
അള്ളാഹു ബന്ധം മുറിക്കുന്നത് ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവനാണ്. കിനായത്തുൻ അൻ ഹിർമാനിഹി വ ഇഹ്സാനിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുടുംബക്കാർക്ക് നന്മ ചെയ്യില്ല, കുടുംബക്കാർക്ക് സൽപ്രവർത്തനങ്ങൾ ചെയ്യില്ല, അവരോട് നല്ല രീതിയിൽ സഹവസിക്കില്ല, അവരോട് ബന്ധം ചേർക്കുകയില്ല. ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 6ാമത്തെ കാര്യം, ദുനിയാവിലും ആഖിറത്തിലും വലിയ നഷ്ടക്കാരാണ് കുടുംബബന്ധം മുറിച്ചവർ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് സൂറത്തു റഅദിലെ 25ാമത്തെ ആയത്ത്, സൂറത്തു ബഖറയിലെ 27ാമത്തെ ആയത്ത്, അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സ്വീകരിച്ച കരാറുകളുണ്ട്, ഉടമ്പടികളുണ്ട്. ആ ഉടമ്പടികളെ ലംഘിക്കുന്നവർ, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ വിച്ഛേദനം നടത്തിയ ആളുകൾ, വിച്ഛേദിച്ച ആളുകൾ, വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ നാശങ്ങൾ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ. എവിടെ? ഫിദ്ദുന്യ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർ നഷ്ടക്കാരാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും. കുടുംബ ബന്ധം മുറിച്ചവർ മാത്രമല്ല, 7ാമത് ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? അവരാണ് അള്ളാഹുവിന്റെ ശാപത്തിന് അർഹതപ്പെട്ടവർ. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രീഭൂതരായി തീരുന്നവർ കുടുംബ ബന്ധം മുറിച്ചവരാണ്. എന്താണ് അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അത്വറുദു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടി അകറ്റുക. ഒരു സെക്കൻഡ് നമ്മുടെ ശ്വാസോച്ഛ്വാസം ഒന്ന് നിന്നാൽ അപ്പ അറിയാം. ഒരു 2 ദിവസം പനി ബാധിച്ചാൽ, ഇപ്പൊ മഞ്ഞപ്പിത്താണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്, ഒരു 3 ദിവസം നമ്മൾ അസുഖം ബാധിച്ചൊന്ന് കിടന്നാൽ നമുക്കറിയാം നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അള്ളാന്റെ അനുഗ്രഹത്തിൽ നിന്ന് നമ്മളെ ആട്ടി അകറ്റുക എന്നുള്ളത് ആണ് അള്ളാഹ് ശപിക്കുക എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി നമ്മളെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർള്. അടുത്ത ആയത്ത് എന്താ അറിയോ? ഉലൈക ലഹുമുൽ ലഅന, അവർക്കാണ് അല്ലാഹുവിന്റെ ശാപമുള്ളത്. കുടുംബ ബന്ധം മുറിച്ചവർക്കാണ് അല്ലാഹുവിന്റെ ശാപമുള്ളത്. വലഹും സൂഉദ്ദാർ, അവർക്ക് ഏറ്റവും മോശപ്പെട്ട ഭവനമായിരിക്കും അവരുടെ പര്യവസാനത്തിൽ അള്ളാഹു നൽകുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബ ബന്ധം മുറിക്കുന്ന ഒരു പണിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അത് ചേർക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മാത്രമായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖീം മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കുടുംബബന്ധം മുറിച്ചാൽ വരാനിരിക്കുന്ന 7 അപകടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. 8ാമത്തെ അപകടം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിന്റെ, അന്ത്യനാളിന്റെ അടയാളമാണ് കുടുംബബന്ധം മുറിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാള് സംഭവിക്കുകയില്ല, അത്താ യൽഹറൽ ഫുഹ്ഷ്, വൃത്തികേടുകൾ പ്രകടമാകുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല. വഖതീഅത്തർ റഹിം, കുടുംബബന്ധം മുറിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ വ്യാപകമാകുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല. വസൂ അൽ മുജാവിറ, മോശപ്പെട്ട അയൽപ്പക്കം ഉണ്ടാകുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല. അപ്പൊ കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ബൈന യദൈ അസ്സാഅ, അന്ത്യനാളിന്റെ മുമ്പ് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഖതീഅത്തുർ റഹീം, കുടുംബബന്ധം മുറിക്കും. നോക്ക്, സ്വന്തം വാപ്പാനോടും ഉമ്മനോട് വരെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത്. എല്ലാവരും ബേജാറിലാണ്.
ഭയങ്കര ബേജാറാണ്. ഒരു 50 കൊല്ലം മുമ്പ് നമ്മളെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ളവരുടെ ചെറുപ്പത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് കൊടുത്തിരുന്ന റെസ്പെക്ട്, ബഹുമാനം, അതൊക്കെ എടുത്തു മാറ്റപ്പെട്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തെക്കുറിച്ചും കുടുംബ ബന്ധത്തെക്കുറിച്ചും അത് മുറിക്കുന്നത് വഴി വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചുമൊക്കെ വളർന്നു വരുന്ന തലമുറയെ തെര്യപ്പെടുത്തേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അത് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ തലമുറക്ക്. അതിന്റെ കുറവാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ത്യനാളിന്റെ അടയാളമാണ്. 9ാമത്തത്, നാളെ ഖിയാമത്ത് നാളിൽ കുടുംബ ബന്ധം വന്നുകൊണ്ട് നമുക്കെതിരെ സംസാരിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, അർറഹിമു ശിജ്നത്തും മിനർ റഹ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പരമകാരുണികന്റെ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ പരലോകത്ത് വെച്ച് കുടുംബ ബന്ധം കടന്നു വന്നുകൊണ്ട് ഖിയാമത്ത് നാളിൽ അവർ പറയും, ഐ റബ്ബി ഇന്നി ദുലിംതു, ഞാൻ ആക്രമിക്കപ്പെട്ടു. കുടുംബ ബന്ധം അല്ലാഹുവിനോട് പറയും, ഞാൻ ആക്രമിക്കപ്പെട്ടു. വ ഇന്നി ഉസിഉ ഇലയ്യ, എന്നോട് ആളുകൾ മോശമായി പെരുമാറി. വ ഇന്നി ഖുത്തിഅതു, ഞാൻ ബന്ധം മുറിക്കപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കുടുംബ ബന്ധം ആവലാതി പറയും, സങ്കടം പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയുജീബുഹാ റബ്ബുഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് കുടുംബ ബന്ധത്തിന് കൊടുക്കുന്ന മറുപടി എന്താ അറിയും? അലാ തർദീൻ, കുടുംബ ബന്ധമേ നീ തൃപ്തിപ്പെടുമോ? അന്നഖ്തമൻ ഖതഅകി, നിന്നോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിച്ചാൽ നിനക്ക് തൃപ്തിയാകുമോ? വാസിലമൻ വസലകി, നിന്നോട് ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർത്താൽ നീ തൃപ്തനാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തോട് നാളെ പരലോകത്ത് വെച്ച് ചോദിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധം എന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ഇതെല്ലാവരും പഠിക്കേണ്ട ഒരു ഹദീസാണ്. അയ്യുമാ റജുലിൻ അതാഹു ഇബ്നു അമ്മ, ഒരാൾ ആ വ്യക്തിയുടെ അടുക്കലേക്ക്, അയാൾ ഒരു സമ്പന്നനാണ്, അയാളുടെ അടുക്കലേക്ക് അയാളുടെ എളാപ്പാന്റെ മകൻ, പിതൃവ്യന്റെ മകൻ എന്ത് ചെയ്തു? കടന്നു വന്നു. ഒന്നുകിൽ എളാപ്പാന്റെ മകൻ അല്ലെങ്കിൽ മൂത്താപ്പാന്റെ മകൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഫസഅലഹു മിൻ ഫദ്ലിഹി, സാമ്പത്തികമായി താഴേക്കടയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ വന്നിട്ട് ഇയാളോട് ചോദിക്കാണ്, എനിക്ക് എന്തെങ്കിലും തരുമോ? സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, എന്നൊന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. ഫമനഅഹു, അയാൾ ഒന്നും കൊടുത്തില്ല. എല്ലാ നന്മകളും തടഞ്ഞു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനഅഹുല്ലാഹു ഫദ്ലഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവന് സകല നന്മകളും റബ്ബിന്റെ കോടതിയിൽ തടയപ്പെടും. റബ്ബിന്റെ കോടതിയിൽ സകല നന്മകളും തടയപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് കുടുംബക്കാർക്കാണ്. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ 2 കൂലിയാണ്, ഒന്ന് സദഖയുടെ കൂലി, 2 കുടുംബ ബന്ധം ചേർത്തതിന്റെ കൂലി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു, അത്ര പുണ്യമുള്ള മതമാണ്. മാമിൻ ദീ റഹ്മിൻ യഅതി ദാ റഹിമ, ഒരു കുടുംബ ബന്ധമുള്ളവൻ മറ്റേ കുടുംബ ബന്ധമുള്ളവന്റെ അടുക്കലേക്ക് വന്നു. ഫയസ്അലുഹു ഫദ്ലൻ അഅതാഹു അല്ലാഹു ഇയ്യ, അല്ലാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് എന്തോ ഒന്ന് സഹായം ചോദിച്ചു. ഫയബ്ഖല അലൈഹി, ഈ ഹദീസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഫയബ്ഖല അലൈഹി, അയാൾ പിശുക്ക് കാണിച്ചു, കൊടുത്തില്ല. കുടുംബക്കാരന് കൊടുത്തില്ല, പിശുക്ക് കാണിച്ചു. എന്താ സംഭവിക്കാന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലാ ഉഖ്രിജ ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ മിനൻ നാർ, നാളെ നരകത്തിൽ നിന്ന് അവന്റെ സമ്പത്തിനെ മുഴുവനും ഒരു വലിയ സർപ്പത്തെ പോലെ പാമ്പാക്കി അതിനെ പുറത്തേക്കെടുക്കും. യതലമ്മസ്, അതിങ്ങനെ നാവിട്ടടിച്ചുകൊണ്ടിരിക്കുന്ന, നാവ് പുറത്തേക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സർപ്പമായി, വലിയ പാമ്പായി അവന്റെ സമ്പത്ത് മുഴുവനും പുറത്തേക്കെടുക്കും. എന്നിട്ട് അവന്റെ കഴുത്തിൽ അത് അണിയിക്കപ്പെടും. എന്നിട്ട് നബി തങ്ങൾ ഓതി, വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു നൽകിയ ഫളിൽ നിന്ന് കൊടുക്കാതെ പിടിച്ചു വെച്ചവരെ, കൊടുക്കാതെ പിശുക്ക് കാണിച്ചവരെ, സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അവൻ പിശുക്ക് കാണിച്ചത് നാളെ പരലോകത്ത് വെച്ച് വലിയ സർപ്പമായി അവന് ഹാരമണിയിപ്പിക്കപ്പെടും, അവൻ ആഭരണമായി അണിയിക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവന്റെ സ്വർഗ്ഗത്ത് പോകാൻ കഴിയില്ല.
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന സാഹിബു ഖംസിൻ, 5 കാര്യങ്ങൾ ചെയ്തവന് സ്വർഗ്ഗത്ത് പോകാൻ പറ്റൂല. അതിൽ 3ാമത് പറഞ്ഞത് ഖതീഅതു റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച ഖുതുബ കേൾക്കാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ. ഈ വെള്ളിയാഴ്ച നമ്മൾ ഏത് ബന്ധമാണോ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും എന്നോടും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധത്തിൽ ഏതാണോ അറ്റുപോയ ബന്ധങ്ങൾ അത് ചേർക്കാൻ നമുക്ക് കഴിയണം. വലിയ പുണ്യങ്ങളാണ്. അതല്ലെങ്കിൽ ഈ 10 തിന്മകൾ, ഈ 10 അപകടങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും, തരണം ചെയ്യേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബന്ധങ്ങൾ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ബന്ധത്തിലൂടെ ആയുസ് വർദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ, റിസ്ക് വർദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം ക്രമപ്പെടുത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബന്ധങ്ങളെ നട്ടു നനക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാ നന്മകളിലും ഇഴകിച്ചേരാൻ, ഒരു ഇൽഫത്തുണ്ടാകാൻ വിശാലമായൊരു മനസ്സിനെ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.